എൻ്റെ മക്കളെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. കാരണം ഞാൻ ഉണ്ടാക്കിയതാകൊണ്ട് പറയല്ല കേട്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ. എന്താ സംഭവം എന്നല്ലേ, ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഏതൊരു മുമ്പ് ഒരിക്കലും അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ തനിയെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാബേജ്, പിന്നെ സലറി ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി അടുത്ത പരിപാടി എന്താണ്, നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. ഇട്ടപ്പോൾ തന്നെ നല്ല എണ്ണയൊക്കെ പടം പൊട്ടി തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് മാറുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു ബ്രൗൺ കളറായിട്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മളതേ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് മസാലപ്പൊടികളാണ് ഇടാൻ പോകുന്നത്. ഈ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പൊടി. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്, സോയാ സോസ് ഇട്ടോ. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒരുവിധ സംഭവങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മെയിനായിട്ടുള്ള റൈസ് ഇടുക എന്താണ്. അപ്പോൾ റൈസ് ഇവിടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റൈസ് നേരെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ റൈസ് വേവിച്ചത് അമ്മയായിരുന്നു കേട്ടോ. അതിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ അത് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഒട്ടും വൈകിച്ചില്ല. ഈ വഴറ്റി വന്നതിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് ഇളക്കാൻ കുറച്ച് പണിയാണ്, കാരണം ഒന്നാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരണം. ഇതൊരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ടോ. അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ക്ലാസ് ഇട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് വെച്ചിട്ട് വരിക. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അച്ഛന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സോസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടും വേവിച്ചില്ല, നേരെ അച്ഛനെ കഴിക്കാൻ വന്നിട്ട് കയ്യൊക്കെ കഴിക്കിട്ട് കൂട്ടത്തിൽ കരി കടുമാങ്ങാച്ചാർ സൈഡിൽ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ റെഡിയാക്കിയിട്ട് അച്ഛൻ കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കുന്ന വീഡിയോ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു. എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തേക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ.